എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 33ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടർ വിശ്വനാഥ നമ്പൂതിരി സാറിനെ ഞാൻ പ്രത്യാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശങ്കര. വിശ്വനാഥന്റെ ശബ്ദം വോളിയം വളരെ ഫീബിൾ ആണ് കേട്ടോ. ശബ്ദം കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേട്ടു. എനിക്കൊന്ന് വോളിയം കുറച്ചാണ് ഇരിക്കുന്നത്. ശരിയായിക്കോളൂ. ആയിക്കോട്ടെ. ജയശങ്കര. ഐതരയാണല്ലേ എടുത്തോണ്ടിരിക്കുന്നത്? ഐതരയോപനിഷത്ത് അത് തന്നെയാണ്. അതാണ് വിഷയത്ത്. അത് മുഴുവനാക്കിയില്ല. എന്റെ മുക്കാലും ആയതേ ഉള്ളൂ. പക്ഷികളുണ്ട്. ശരി. ഐതരയോപനിഷത്തിലെ സൃഷ്ടിക്രമത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സൃഷ്ടിക്രമത്തിൽ ആദ്യമുണ്ടായ വാക്ക്, ആ വാക്കിനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അതേപോലെ അന്നം എന്നുകൊണ്ട് വാക്കുകൊണ്ട് അന്നത്തെ നിർത്താൻ കഴിഞ്ഞില്ല. ഘ്രാണേന്ദ്രിയം കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഗന്ധം കൊണ്ട് തൃപ്തിയടയാൻ പറ്റില്ല. വിചാരം കൊണ്ട് തന്നെ സന്തർപ്പമാകുമായിരുന്നു. അതുകൊണ്ട് ഇതാകുന്നില്ല. ജനനേന്ദ്രിയം കൊണ്ട് പിടിച്ചു നിർത്താനായിരുന്നെങ്കിൽ ഏതോ വിസർജനം കൊണ്ട് വിശപ്പടങ്ങുമായിരുന്നു. ഇതൊന്നുമല്ല. ഇവയെ പ്രചോദിപ്പിക്കാൻ ഒരു ശക്തി ഇതിന്റെ ഉള്ളിലുണ്ട്. അപാനനെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ അപാനനെ പിടിച്ചു നിർത്തുകൊണ്ട് വിശപ്പകലുമായിരുന്നു. അന്നം കൊണ്ട് ആയുസിനെ പിടിച്ചു നിർത്തുന്നതാണ് അന്നായു എന്നൊക്കെ. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എന്നാൽ അവയ്ക്കൊന്നും സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഈശ്വര ശക്തിയാണ് ഇന്ദ്രിയങ്ങളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്ന് സ്ഥാപിക്കലായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇനി നമ്മള് ഏതമേവ ഭീമാനം വിദാര്യേതയാ ദ്വാര പ്രാപദ്യത പൈഷ വിതൃനാമ ദ്വാദശസ്തേതെന്ന നാന്തരം തസ്യത്രയ ആവസ്ഥാസ്ത്രയ സ്വപ്നാഹ അയം ആവസതോ അയം ആവസതോ അയം ആവസതി. ഇങ്ങനെ സൃഷ്ടി പ്രക്രിയ വിവരിച്ചതിന് ശേഷം പുനർജന്മത്തിന്റെ രീതിയെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങുന്നതാണ് അടുത്ത അധ്യായത്തിൽ. ഈ അധ്യായം കൊണ്ട് അത് പൂർത്തീകരിക്കുകയാണ്. അതായത് ഈ കാണപ്പെടുന്ന മൂർധാവിന്റെ മധ്യഭാഗം സീമാനം വിതാര്യ. സീമ എന്ന് പറയുന്നത് അതിരേന്നാണ്. മൂർധാവിന്റെ ഉച്ചിയുടെ ഭാഗത്തിനാണ് സീമ എന്ന് വിളിക്കുന്നത്. അതിനെ പിളർന്നിട്ട് വിതാര്യ ഏതയാ ദ്വാര പ്രാപ്യത, ഈ വഴിയിലൂടെ കാണപ്പെടുന്ന എത്തിയിട്ട്
ഫൈഷ വിതിർന്ന്, അതുകൊണ്ട് ആ ദ്വാരത്തിന് വിതിർത്തി എന്നൊരു പേരുണ്ട് എന്ന് പറയാൻ പോവാണ്. ഉച്ചിയിൽ കൂടിയാണ് സമാധ്യാവസ്ഥയിൽ പ്രാണൻ പുറത്തേക്ക് പോകുന്നത്. പ്രാണൻ പോകുന്ന ആ ദ്വാരത്തിന്റെ പേര് വിതുർത്തി എന്നൊരു പേര് കൊടുക്കുക. അതിന് ജീവൻ പുറത്തേക്ക് പോകാൻ 3 അവസ്ഥയിൽ കൂടിയാണ് ഈ ജീവൻ ഈ അവസ്ഥയിൽ പുറത്തേക്ക് പോകുന്ന. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥ. ഈ 3 അവസ്ഥയിൽ കൂടിയാണ് ജീവൻ ഇതിൽ കൂടി സമാധ്യാവസ്ഥയിൽ മാത്രം. അല്ലാത്തപ്പോൾ ഇന്ദ്രിയങ്ങൾ കൂടിയാണ് പ്രാണൻ പുറത്തേക്ക് പോവുക. സമാധ്യാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് ഒതുങ്ങി കഴിയുമ്പോൾ പിന്നെ പ്രാണന് പോകാൻ പറ്റുന്നത് ഉച്ചയ്ക്കുള്ള ഒരു ചെറിയ ദ്വാരമുണ്ട്. അതിൽ കൂടിയാണ്. ആ ദ്വാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയിൽ നന്നായിട്ട് തോർത്തും അവിടെ രാസനാദിപ്പൊടിയോ ഭസ്മോ ഒക്കെ നമ്മൾ അവിടെ ഒന്ന് തൂക്കുന്നതുകൊണ്ടാണ്. കാരണം ഒരു ചെറിയ ദ്വാരം സൂക്ഷിച്ചു നോക്കിയാലേ കാണുകയുള്ളൂ. അതിൽ കൂടിയാണ് പ്രാണൻ അവിടെ പുറത്തേക്ക് പോകുന്നത്. ഇനി അങ്ങനെ ഒരു പ്രാണന്റെ സ്വാഭാവികമായ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവൻ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ പുറത്തുപോയി കഴിഞ്ഞ് വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു എന്നിങ്ങനെ ജനനമരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ മരിച്ച മനുഷ്യനല്ല ശരീരം വേർപെട്ടാൽ ഞാനെന്ന വ്യക്തിത്വം, ജീവനാണ് നമ്മളുടെ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തിലെ വലിയ ഞാനെന്ന സത്യത്തോട് കൂടി ചേർന്നിട്ട് നിലനിൽക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ അതും കൂടി ചേർത്തെടുത്തുകൊണ്ടാണ് ഒരു ജീവൻ ഇവിടെ കാരണമായി തീരുന്നത്. ഇതെങ്ങനെ ആയിത്തീരുന്നു എന്നാണെങ്കിൽ, പുരുഷൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് സപ്തധാതുക്കളിൽ നിന്നാണ് രേതസ് ഉണ്ടാകുന്നത്. സപ്തധാതുക്കളുടെയും അംശം ഈ രേതസിലുണ്ടാകും. സമസ്ത അവയവങ്ങളുടെയും ആകെത്തുകയാണ് പുരുഷന്റെ ബീജം. അങ്ങനെ എല്ലാ അവയവങ്ങളെയും ഉൾക്കൊണ്ട ശരീരം സ്വീകരിക്കാനുള്ള ജീവന്റെ ഇച്ഛയാണ് വാസ്തവത്തിൽ രേതസ്. പുരുഷനിൽ നിന്നും സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യത്തെ ജന്മമാണ്. രേതസ് പുരുഷനിൽ നിന്നും സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ 1ാമത്തെ ജന്മമായി. അതുകൊണ്ട് ആ ഗർഭം അവളെ ഉപദ്രവിക്കത്തില്ല. അവന്റെ അവയവങ്ങൾ അവനെ ഉപദ്രവിക്കാത്തതുപോലെ നമ്മുടെ അവയവങ്ങൾ നമ്മളെ ഉപദ്രവിക്കില്ല. കൈ, കാല്, ഓരോ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും നമ്മളെ ഉപദ്രവിക്കാത്തതുപോലെ ഈ സ്ത്രീയിലേക്ക് പ്രവേശിച്ച രേതസ് അവളെ ഉപദ്രവിക്കില്ല. അത് സ്ത്രീയുടെ ആത്മസ്വത്വമായി തീർന്നിട്ട് അവളുടെ ഒരു അവയവം പോലെയായി തീരും ആ ഗർഭം. അവളാകട്ടെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ ഗർഭത്തെ ശുശ്രൂഷിച്ച് പരിപോഷിക്കും. അതുകൊണ്ട് സ്ത്രീയുടെ സംരക്ഷണം അതുകൊണ്ടാണ് പുരുഷനിലാവാൻ കാരണം. കാരണം പുരുഷന്റെ രേതസ് സ്ത്രീയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയെ സംരക്ഷിക്കപ്പെടേണ്ടത് പുരുഷന്റെ ഒരാവശ്യമായി വന്നു. തൻ്റെ തന്നെ ബീജത്തെ വഹിച്ച് വളർത്തി വലുതാക്കി ഒരു ജന്മത്തിന് കാരണമാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം സ്ത്രീയുടെ സംരക്ഷണം പുരുഷനിലായത്. കാരണം തൻ്റെ തന്നെ ചൈതന്യമാണ് അവളിൽ കൂടി വളർന്നു വരുന്നത്. ദാമ്പത്യം ഈ പരസ്പരാശ്രയമാണ്. അത് കാമപൂർണത്തിന് വേണ്ടി മാത്രമുള്ള ഉപകരണമല്ല ദാമ്പത്യം. ജനനം വരെ 10 മാസം അമ്മയാണ് ഇത് സൂക്ഷിച്ച് നന്നാക്കിയെടുക്കുന്നത്. അതിനുശേഷം ജാതകം മുതൽ പിതാവാണ്. ജനിച്ചു കഴിയുമ്പോൾ മുതൽ 2ാം ജന്മമായി. ഇതിനെയാണ് പുനർജന്മം എന്ന് ഉപനിഷത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് കേട്ടുപരിചയമുള്ള പുനർജന്മത്തെക്കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഒരു പുരുഷന്റെ ആദ്യത്തെ ജന്മം രേതോ വിസർജനത്തിലൂടെ സ്ത്രീയിലേക്ക് എത്തുന്നു. 2ാമത്തെ ജന്മം എന്താണ്? അവൾ പ്രസവിച്ച് പുത്രനാകുന്നതോടുകൂടി 2ാമത്തെ. ആദ്യത്തെ ജന്മം ഇങ്ങനെ ഉണ്ടാകുന്നു. 2ാമത്തെ ജന്മം പുത്രനോ പുത്രിയായിട്ട് ജനിക്കുമ്പോൾ ഉണ്ടാകും. പിതാവ് വാർദ്ധക്യസ്ഥനാകുമ്പോൾ ചുമതലയെല്ലാം പുത്രനെ ഏൽപ്പിച്ച് പിതാവിന് വേണ്ടി പുത്രൻ അതെല്ലാം ചെയ്യും.
പിതാവിന്റെ മരണം സംഭവിക്കുന്നു. മറ്റൊരു ജന്മത്തിന് അത് കാരണമാകുന്നു. ഇത് മൂന്നാമത്തെ ജന്മം. പിതാവിന് വേണ്ടിയാണ് പുത്രൻ ഇതെല്ലാം ചെയ്യുന്നത്. പിതാവിന്റെ മരണം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു ജനനത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് പിതൃ ഋണം എന്നൊരു കടം വീട്ടി കൃതകൃത്യനായി പുത്രൻ ജനിക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. ഇങ്ങനെ 3 ജന്മങ്ങളെ കുറിച്ചാണ് ഈ ഉപനിഷത്ത് പറയുക. അതുകൊണ്ടാണ് ഈ പരസ്പരാശ്രയത്വം കിട്ടിയിട്ട് വീണ്ടും വീണ്ടും ജന്മപരമ്പരകൾ ഉണ്ടാകാൻ കാരണം. ഇത് വാമദേവ മഹർഷി തൻ്റെ ജീവിതം എന്ന ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി കാണിക്കുന്ന ഒരു കഥയാണ് ആ ഉപനിഷത്തിൽ വിസ്തരിച്ച് പറയുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണ് എൻ്റെ ആശയം. എന്ന് ഇവിടെ ഐതരേയൻ പറയുന്നുണ്ട്. ഗർഭത്തിൽ വെച്ച് തന്നെ ഞാനിതെല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് ജനിച്ചതിന് ശേഷം വാമദേവ ഋഷി നമ്മളോട് പറഞ്ഞതാണ്. ഋഷി ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ജന്മപരമ്പരകൾ അറിഞ്ഞു. അത് വാമദേവ ഋഷി അനുഭവിച്ച കഥ നമ്മോട് പറഞ്ഞു. ലോഹനിർമ്മിതങ്ങൾ എന്നതുപോലെ അഭേദ്യങ്ങളായ ശരീരങ്ങൾ സംസാരത്തിലേക്ക് എന്നെ വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് ആ ചങ്ങല ഛേദിച്ച് ഒരു പരുന്തിനെ പോലെ ഞാൻ പുറത്തു വരും. ഇങ്ങനെ വാമദേവ ഋഷി ഗർഭത്തിൽ കിടന്ന കഥ ഉദാഹരിക്കുന്നുണ്ട്. താൻ എങ്ങനെ ഗർഭത്തിൽ നിന്നും പുറത്തു വന്നു എന്നാണ്. ആ ആത്മസ്വരൂപമായ ബ്രഹ്മത്തിന് 2 ഭാവമുണ്ട്. ഒന്ന് ജീവാത്മാവ്, മറ്റൊന്ന് പരമാത്മാവ്. ഇവയിൽ ഏതിനെയാണ് ഉപാസിക്കേണ്ടത് എന്നായിരുന്നു ഇവിടെ ചോദ്യം വന്നത്. സോപാധികമോ നിരുപാധികമോ ഏതാണ് ഉപാസിക്കേണ്ടത്? ജീവാത്മാവിനെയാണോ പരമാത്മാവിനെയാണോ? പോയം ആത്മേതി വയം ഉപാസ്മഹേ. ഞങ്ങൾ ഉപാസിക്കേണ്ട ആത്മാവ് ഏതാണ്? കതരഫ ആത്മാ ഏനവാ പശ്യതി ഏനവാ ശൃണോതി. എത്രാമത്തേതാണ് ഈ ആത്മാവ്? കതരഹ. എത്രാമത്തേതാണ് ആത്മാവ്? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? കാണുകയും കേൾക്കുകയും ഗന്ധമറിയുകയും വാക്കുച്ചരിക്കുകയും സ്വാതനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജീവാത്മാവാണ്. അതോടുകൂടിയാണോ ഞാൻ ഉപാസിക്കേണ്ടത്? അതോ ദേഹേന്ദ്രിയാദികളായ അഭിമാനം ഒന്നുമില്ലാത്ത ഈ പരമാത്മ ചൈതന്യത്തെയാണോ ഞാൻ ഉപാസിക്കേണ്ടത് എന്ന്, ഏതാണ് ഉപാസിക്കേണ്ടത് എന്ന് ചോദിച്ച് അപ്പോഴാണ് പറഞ്ഞത് ഈ പരമാത്മ സത്തയാണ് ഉപാസിക്കേണ്ടത്, ജീവാത്മ സത്തയല്ല. ആ പരമാത്മാവിനെയാണ് പ്രജ്ഞാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് 4 ഉപനിഷത്ത് വാക്യങ്ങളില് പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഉപനിഷത്ത് വാക്യം ഇവിടെ വെച്ച് ഉപദേശിച്ച് ബ്രഹ്മോപാസന പ്രജ്ഞാനോപാസനയായി പരിണമിക്കണമെന്നും ജീവചൈതന്യത്തെ അല്ല ആത്മചൈതന്യത്തെയാണ് ഉപാസിക്കേണ്ടതെന്നും ബോധ്യമാക്കിയിട്ട് ഉപാസനയുടെ മഹാത്മ്യം ഒന്നുകൂടി ഉറപ്പിച്ച് ഈ ഉപനിഷത്ത് സമാപിക്കാം. 4-ാം അധ്യായത്തിലും വാങ്മയ പ്രതിഷ്ഠ എന്ന ശാന്തി പാഠം മുമ്പിലെല്ലാം ഒന്നുകൂടി ആവർത്തിച്ച് ഉപസംഹരിക്കുന്നു. ജീവന്റെ സ്ഥിതി, പ്രപഞ്ച സൃഷ്ടി, അതിൽ ജീവന്റെ ഗതി, പ്രപഞ്ചത്തിലേക്കുള്ള ആഗമനം, അതിന് ആത്മാവുമായിട്ടുള്ള ബന്ധം, പരമാത്മാവിന്റെ നിത്യത, ഇത് തിരിച്ചറിഞ്ഞ് ഉപാസിച്ച് കൃതകൃത്യരാകാൻ ഐതരേയ ഉപനിഷത്ത് ഉപദേശിക്കുക. ഈ ഉപനിഷത്തിൽ ഈ 5 കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, ജീവന്റെ സ്ഥിതി അതെവിടെയാണ്. അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. ആ സൃഷ്ടിയിൽ ജീവന്റെ ഒരു ഗതി എങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലേക്ക് എങ്ങനെ ജീവൻ വന്നു ചേരുന്നു എന്ന് ജീവന്റെ ഒരു ആഗമനത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ആ ജീവന് പരമാത്മാവായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഒരു ദ്വാസുപർണാവുള്ള ഉദാഹരണം കൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ ജീവാത്മാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു. അവസാനം പരമാത്മാവാണ് നിത്യൻ, ബാക്കി എന്തിനാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവാത്മാവിനാണ് എപ്പോഴും ഭൗതിക ലോക ജീവിതവുമായി ബന്ധമുള്ളത്, ഇന്ദ്രിയങ്ങളുമായി ബന്ധമുള്ളത്, മനസ്സുമായിട്ട് ബന്ധമുള്ളത് ജീവാത്മാവിനാണ്, പരമാത്മാവിനെയല്ല. അതുകൊണ്ട് ഉപാസിക്കേണ്ടത്
പരമാർത്ഥ ചൈതന്യ സ്വരൂപത്തെയാണ്, ജീവാത്മാവിനെ അല്ല എന്ന് ഒന്നുകൂടി പ്രഖ്യാപിക്കാൻ പൂർണ്ണ പ്രജ്ഞാനം ബ്രഹ്മം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് ആ ഉപനിഷത്ത്. ഇതാണ് തൈത്തിരീയ ഉപനിഷത്തിന്റെ പ്രാഗത്തുക. സാമാന്യമായി ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് എന്റെ കണ്ടന്റ് എന്നറിയാൻ പാകത്തിന് നമ്മളിപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആ ഉപനിഷത്തോട് ഉപസംഹരിക്കാൻ ഇനി അടുത്ത തൈത്തിരീയ ഉപനിഷത്താണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തിട്ട് പോവാം. ഇല്ല, തൈത്തിരീയത്തിലോട്ട് കടക്കാം. തൈത്തിരീയ ആയിക്കോട്ടെ. യജുർവേദത്തിന്റെ ഉപനിഷത്താണ് തൈത്തിരീയ. ഓരോ ഉപനിഷത്തുകളും ഓരോ വേദത്തിന്റെ പ്രപാഠങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ യജുർവേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് തൈത്തിരീയ ഉപനിഷത്ത്. ആ യജുർവേദത്തിന് തൈത്തിരീയം, വാചസ്പനയം എന്ന രണ്ട് ശാഖകളും. ഈ ഉപനിഷത്തിനും ആ രണ്ട് ശാഖകളുണ്ട്, തൈത്തിരീയമെന്നും വാചസ്പനയം. അതിൽ തൈത്തിരീയ ശാഖയിലുണ്ടായ ഉപനിഷത്താണ് ഇവിടെ തൈത്തിരീയ ഉപനിഷത്ത്. യജുർവേദം എന്താണ്? ശുക്ല യജുർവേദം എന്ന്, കൃഷ്ണ യജുർവേദം എന്ന് രണ്ടായിട്ടൊക്കെ തിരിച്ച് നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. അവയ്ക്കാണ് തൈത്തിരീയമെന്നും വാചസ്പനയെന്നും രണ്ട് പേര് വന്നത്. അതിൽ തൈത്തിരീയ ശാഖയിലുണ്ടായ ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. യജുർവേദം കർമ്മപ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് കർമ്മത്തെ പ്രചോദിപ്പിക്കലാണ് ഇതിന്റെ ലക്ഷ്യം. തൈത്തിരീയത്തിന്റെ ലക്ഷ്യം ജീവിതത്തിലെ കർമ്മങ്ങളെ പ്രചോദിപ്പിക്കലാണ്. പ്രചോദിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ്. അദ്വൈത വേദാന്തം മാത്രമല്ല ഉപനിഷത്തുകൾ പലപ്പോഴും പറയുക. ചേട്ടാ, അപ്പൊ ഇതിനകത്ത് ഈ ശുക്ല യജുർവേദം എന്ന് പറയുന്നതാണോ തൈത്തിരീയം? അതെ അതെ. യജുർവേദം, ശുക്ല യജുർവേദവും നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞ വാചസനേയം എന്ന് പറയുന്നത് കൃഷ്ണ യജുർവേദമാണ് അല്ലേ? ഓ ശരി ചേട്ടാ. ഉപനിഷത്തുകൾ പലപ്പോഴും കർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്നുണ്ട്. അതിന്റെ തെളിവാണ് തൈത്തിരീയ ഉപനിഷത്ത്. കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. വേദാന്തം മാത്രം കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റില്ല. അപ്പൊ കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉപനിഷത്ത് പലപ്പോഴും കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. എന്തിനാണ് കർമ്മം? കർമ്മം കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി ജ്ഞാനത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ യജുർവേദാചാര്യനായ വൈശമ്പായന് 27 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാന ശിഷ്യന്റെ പേര് യാജ്ഞവൽക്യൻ എന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടുള്ള പേരാണ് യാജ്ഞവൽക്യൻ. വൈശമ്പായന് യാദൃച്ഛികമായിട്ട് ഒരു ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. എന്തോ യാദൃച്ഛികമായ കാരണവശാൽ ഒരു ബ്രഹ്മഹത്യ എന്ന ഒരു ദോഷം, ഒരു പാപം അദ്ദേഹത്തിനുണ്ടായി. ആ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് പ്രായശ്ചിത്തത്തെ ഗുരുവിന് വേണ്ടി ശിഷ്യന്മാർ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി. ഞങ്ങൾ ചെയ്തോളാം എന്ന് ശിഷ്യന്മാരെല്ലാം. അങ്ങനെ യാജ്ഞവൽക്യൻ എന്ന ഒരു ശിഷ്യൻ മറ്റുള്ളവരെയൊക്കെ അതിക്രമിച്ചിട്ട് താൻ ചെയ്തു കൊള്ളാമെന്ന് മുമ്പോട്ട് ചാടി പുറപ്പെട്ട് വീരും വാശിയും കാണിച്ചു. ഞാൻ ചെയ്തോളാം. ബാക്കി എല്ലാവരും ചെയ്യാൻ തയ്യാറായിരുന്നു. അദ്ദേഹം മുമ്പിൽ. അപ്പം ഈ അഹന്ത കണ്ട ഗുരു ശിഷ്യനോട് താൻ പഠിച്ച പാഠങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആശ്രമം വിട്ടു പോകാം. അഹന്ത കാണിച്ചതുകൊണ്ട് ശിഷ്യനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ പഠിച്ചതല്ലേ ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ പഠിച്ചുകൊണ്ട് പോയിട്ടുള്ള കാര്യം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പുറത്താക്കിയിട്ട് ഒരു കാര്യമില്ല. പഠിച്ചതൊക്കെ ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് താൻ പൊക്കോളാം. യാജ്ഞവൽക്യൻ പഠിച്ചതെല്ലാം ഛർദിച്ചു കളഞ്ഞു. ഈ ഉള്ളിലുള്ള ഭക്ഷ്യസാധനങ്ങൾ ഛർദിക്കുന്നത് പോലെ ഉള്ളിലുള്ള ജ്ഞാന വിഷയങ്ങളെയും ഛർദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അതെല്ലാം അദ്ദേഹം അതുപോലെ ഛർദിച്ച്, അങ്ങനെ ഛർദിച്ച് കിടന്ന വേദഭാഗങ്ങളെ കണ്ട് ഇപ്പോൾ മറ്റു ശിഷ്യന്മാർ തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ വന്ന് അതെല്ലാം കൊത്തിരുന്നു.
അതിനെ തിത്തിരി പക്ഷികൾ ഭക്ഷിച്ചത് കൊണ്ടാണ് ഈ ശാഖയ്ക്ക് തൈത്തിരീയം എന്ന് പേര് വരാൻ കാരണം. തിത്തിരി പക്ഷികളാൽ സ്വീകരിക്കപ്പെട്ടത് കൊണ്ട് തൈത്തിരീയം എന്നീ ശാഖയ്ക്ക് പേര് വന്നു. യാജ്ഞവൽക്യൻ തനിക്ക് ഇഷ്ടപ്പെട്ടതും ബാക്കിയുള്ളതുമായ യജുർവേദ ഭാഗങ്ങൾ തോന്നിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂര്യനെ തഫ്സീൽ സൂര്യന്റെ കുതിരയുടെ രൂപത്തിൽ വന്ന് ബാക്കി വേദഭാഗം ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വാജഫനേയി എന്ന് രണ്ടാമത്തെ ഭാഗം പറയുന്നത്. കുതിരയുടെ രൂപത്തിൽ വന്ന്, വാജം കുതിരയാണ്, ആ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ബാക്കി ഉപദേശിച്ചു. അങ്ങനെ ഒരു ഭാഗം തൈത്തിരിയവും മറ്റൊരു ഭാഗം വാജഫനേയും ആയിത്തീരാൻ കാരണം ഇതാണ് എന്ന് ഒരു കഥ എൻ്റെ തന്നെയുണ്ട്. ആ കഥയാണ് ആദ്യം സൂചിപ്പിച്ച് എന്തുകൊണ്ട് ഈ ഉപനിഷത്തിന് തൈത്തിരി എന്ന് പേര് കിട്ടുന്നു കാരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. പിന്നെ അതെങ്ങനെ കൃഷ്ണ എന്ന നാമധേയത്തിൽ വന്നു? ഏത്? ഈ ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും അപ്പൊ ഇപ്പൊ വാജസനേയമാണ് കൃഷ്ണ യജുർവേദം എന്ന പേരിൽ അറിഞ്ഞപ്പെടുന്നത് അല്ലേ? വാജഫനേയ സംഹിത രണ്ടാമതുണ്ടായതാണ്. ആദ്യം ഉണ്ടായത് തൈത്തിരീയം തന്നെയാണ്. തൈത്തിരീയം തന്നെയാണ്. പക്ഷേ ബാക്കി ഭാഗം വേണമല്ലോ. ബാക്കി ഭാഗം ഉണ്ടായിരുന്നു, മുഴുവൻ പഠിച്ചില്ലല്ലോ. ബാക്കി ഭാഗത്തെയാണ് സൂര്യൻ കുതിരയുടെ രൂപത്തിൽ ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ സൂര്യൻ കുതിരയുടെ രൂപത്തിൽ ഉദ്ദേശിച്ചപ്പോഴാണ് വാജഫനേയ സംഹിത എന്ന് അതിന് രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് പേര് വരാൻ കാരണം. അതുകൊണ്ടാണ് വേദങ്ങൾക്ക് തന്നെ രണ്ട് വിഭാഗം ഉണ്ടാകാൻ കാരണം. രണ്ട് ഉപനിഷത്തും അതുകൊണ്ട് തന്നെ ഉണ്ടായി. കൃഷ്ണ യജുർവേദത്തിൽ നിന്നും ശുക്ല യജുർവേദത്തിൽ നിന്നുണ്ടായ രണ്ട് ശാഖകളായി ഇത് പരിണമിച്ചുകൊണ്ടാണ് തൈത്തിരിയെന്നും വാജഫനേയെന്നും പേരും വന്നതുകൊണ്ടാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ഉത്പത്തിയെക്കുറിച്ചൊരു കഥ ആദ്യം പറഞ്ഞാണ്. അത് ഉപനിഷത്തിലുള്ള ഒരു കഥയാണ്. ഇനി നമുക്ക് വിഷയത്തോട്ട് വരും. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എന്താണ് തൈത്തിരീയം എന്ന പേരെങ്ങനെയാണ്? നമ്മൾ എല്ലാ ഉപനിഷത്തിന്റെയും പേരെന്തുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൈത്തിരീയ ഉപനിഷത്തിനുള്ള പേരെങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ ഒരു പേരാണ് അതിന് കാരണമായി തീർന്നത്. തൈത്തിരീയ ഉപനിഷത്തിന് 3 വല്ലികളാണുള്ളത്. വല്ലി എന്ന് വെച്ചാൽ അധ്യായം. 3 വല്ലി: ശിക്ഷാവല്ലി, ബ്രഹ്മാനന്ദവല്ലി, ഭൃഗുവല്ലി എന്നാണ് അതിന്റെ പേര്. ശിക്ഷാവല്ലി, ബ്രഹ്മാനന്ദവല്ലി, ഭൃഗുവല്ലി എന്ന് 3 വല്ലികൾ, 3 അധ്യായങ്ങൾ. ഈ 3 അധ്യായത്തിനും കൂടി 31 അനുവാകങ്ങൾ എന്ന് അതിന്റെ സബ് ഡിവിഷനുകളുണ്ട്. 31 അനുവാകങ്ങൾ, ഓരോന്നിനും വീതം. ശിക്ഷാവല്ലിക്ക് 12, ബ്രഹ്മാനന്ദവല്ലിക്ക് 9, ഭൃഗുവല്ലിക്ക് 10 സബ് ഡിവിഷനുകൾ. അതുകൊണ്ടാണ് അനുവാകം എന്ന പേര് കൊടുത്തത്. ഒരു വ്യത്യസ്തമുള്ള ഇതിനകത്തെ മന്ത്രം മുഴുവൻ ഗദ്യരൂപം, ഒന്നും പദ്യമല്ല, എല്ലാം ഗദ്യരൂപത്തിലാണ് മന്ത്രം മുഴുവൻ. അത് ഈ തൈത്തിരീയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതപ്പോ എങ്ങനെ ചൊല്ലുന്നത്? അതോ ഗദ്യം ചൊല്ലാമല്ലോ. നമ്മള് ഇത് ഈ ശ്യാമളാതണ്ടൊക്കെ ചൊല്ലില്ലേ? നമ്മുടെ സ്വരിക്കൽ എങ്ങനെ? അത് എങ്ങനെ സ്വരിക്കും? അതിന്റെ അകത്ത് എന്താണ്, ഇത്ര വീതമാകുമ്പോൾ ഓരോ വരി തീരുന്നു. വരി തിരിച്ചാണ് എഴുതിയേക്കും. ഓരോ വരിയിലും ആ വരി ഗദ്യമാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വാക്കിൽ വരുന്ന സ്വരത്തിന്റെയാണ്. അത് ഗദ്യം ചൊല്ലുന്നതിന് പദ്യം ചൊല്ലാം, ഒരു കുഴപ്പമില്ല. പഞ്ചമസ്കന്ധം ഭാഗവതം വായിക്കുന്നു, പകുതിയോളം ഗദ്യമാണ്, ബാക്കിയുള്ളൂ പദ്യാത്മകമായിട്ട്. ഇനിയും ആദ്യത്തെ വല്ലി ശിക്ഷാ വല്ലിയാണ്. ആ പേര് സൂചിപ്പിക്കുന്നവർ തന്നെ ശിക്ഷ എന്ന് വെച്ചാൽ പഠിപ്പ് എന്നാണ് വിഷയം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കോടതി ശിക്ഷയല്ല, പഠിപ്പിന് വേണ്ട ഉപകരണങ്ങൾ എന്നുള്ള അർത്ഥത്തിനാണ് ശിക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള വല്ലി ആയതുകൊണ്ട് ബ്രഹ്മാനന്ദവല്ലി എന്ന പേരായി. മൂന്നാമത്തെ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള വഴികൾ പറയുന്നതാണ് ഭൃഗുവല്ലി. 3 വിഷയങ്ങളാണ്. 1 എങ്ങനെ പഠിക്കണം എന്ന്, പഠിപ്പ് എങ്ങനെ ആവണം എന്ന്. 2 ലക്ഷ്യം ബ്രഹ്മാനന്ദമാണെന്ന്.
മൂന്ന് അതിലേക്ക് എത്താനുള്ള വഴി. ഇതിന്റെ ശാന്തി പാഠം കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും, എങ്കിലും ഓം ശം നോ മിത്രശം വരുണ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണു വിക്രമ നമോ ബ്രഹ്മണേ നമസ്തേവായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ പലപ്പോഴും കേട്ടും അറിഞ്ഞും ഉള്ള ഒരു പാഠമാണ്. എങ്കിലും അതിന്റെ അർത്ഥം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഒന്ന്, ശം നോ മിത്ര, മിത്രൻ നോ ഞങ്ങൾക്ക് ശം സുഖത്തെ നൽകട്ടെ. രണ്ട്, വരുൺ ഞങ്ങൾക്ക് സുഖത്തെ നൽകട്ടെ. അര്യമാവ് ഞങ്ങൾക്ക് സുഖത്തെ നൽകട്ടെ. ഇന്ദ്രനും ബൃഹസ്പതിയും ഉരുക്രമനായ വിഷ്ണു, ഉരുക്രമൻ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായ ക്രമത്തോടു കൂടിയവൻ, ഏറ്റവും ഉന്നതമായ യാത്ര പുറപ്പാട് ആ ക്രമത്തോടു കൂടിയവനായ വിഷ്ണു ഞങ്ങൾക്ക് സുഖം തരട്ടെ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ, ബ്രഹ്മത്തിനും വായുവിനും നമസ്കാരം. അങ്ങ് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം, അങ്ങേ തന്നെയാണ് പ്രത്യക്ഷ ബ്രഹ്മം എന്ന് പറയുന്നത്. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി, ഋതം പറയാൻ പോകുന്നു, സത്യം പറയണം. ഋതം എന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞ സത്യം. സത്യവും ഋതവും എന്നുള്ള വ്യത്യാസം. അനുഭവിച്ചറിയുന്ന സത്യമാണ് ഋതം, മറ്റത് സത്യം മാത്രം. ഈ നമ്മൾ കുടിക്കുന്നതിന് വീഴ്ത്തുമ്പോൾ വളച്ചു കിട്ടിച്ചൊരു മന്ത്രമുണ്ട്, സത്യം ത്വാ ഋതേന പരിഷിഞ്ചാമി. സത്യം ത്വാം ഋതേന പരിഷിഞ്ചാമി. സത്യവും ഋതവും എന്ന് രണ്ട് വാക്കുണ്ട്, അടുപ്പിച്ച് ഉപയോഗിച്ചു. പക്ഷെ നമ്മളിതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. അങ്ങ് സത്യം ത്വാന്ന് വെച്ചാൽ അങ്ങയെ, സത്യമായ അങ്ങയെ ഋതമായി ഞങ്ങൾ ഇവിടെ പരിഷേകം ചെയ്യുന്നു. ഋതം എന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മമായി ഞങ്ങൾ ഇവിടെ അങ്ങേ ഈ അന്നത്തിന് ചുറ്റും വലയം ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ അന്നം ബ്രഹ്മമായ ഋതം ജ സത്യം ജ എന്നൊക്കെ പലയിടത്തും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇഷ്ടമാണ്. സത്യവ്രതവും ഒരർത്ഥത്തിലല്ല എന്നുള്ളതാണ്. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത് ആണ്, എക്സ്പീരിയൻസ്ഡ് ട്രൂത്താണ് ഋതം. എല്ലാ സത്യവും എക്സ്പീരിയൻസ്ഫുൾ അല്ല. കാരണം നമ്മൾ പറഞ്ഞു കേട്ടറിഞ്ഞൊക്കെ നമ്മൾ സത്യം പറയും, പക്ഷെ അത് സ്വയം അനുഭവിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടതിൽ ഋതമാകും. അതുകൊണ്ട് ഋതമായതേ പറയാവുന്നതാണ്. ബ്രഹ്മത്തെ ഋതമായി അനുഭവിച്ചറിയണം എന്നാണ്. ഈ അന്നമാകുന്ന ബ്രഹ്മത്തെ ഞാൻ ഋതമായി അനുഭവിക്കാൻ പോവാണ്. കാരണം ഇത് കഴിക്കാൻ പോവല്ലേ. അപ്പൊ ഇത് അനുഭവിക്കാൻ പോകുന്ന സത്യമാണ് ഏത് ഈ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സത്യം ത്വാ ഹൃദയേന പരിഷിഞ്ചാമി എന്ന്. അത് പദം പിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയത്തുള്ളൂ. അത് നമ്മൾ സത്യം ഹൃദയന നമ്മൾ പറഞ്ഞങ്ങ് പോകും, അത്രേ ഉള്ളൂ. നമ്മൾ ജപിച്ചു കളിക്കാറുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അർത്ഥം പദം പിരിച്ച സത്യം ത്വാ ഹൃദയേന പരിഷിഞ്ചാണ്. ഇത്രയും ചെയ്തിട്ടാണ് നമ്മൾ അന്നം കഴിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. ഈ ഉപനിഷത്ത് നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സത്യമായതേ പറയൂ, ഋതമായതേ പറയൂ. സത്യം വദിഷ്യാമി ഋതം ഭവിഷ്യാമി തന്മാം അവതു, അതുകൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. വക്താരം അവതു, പറയുന്നവനെ രക്ഷിക്കട്ടെ. എന്നെ രക്ഷിക്കട്ടെ, വക്താവിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ തീരിയാണ്. മിത്രനും വർണ്ണനും അര്യമാവും ഇന്ദ്രനും ബൃഹസ്പതിയും വിഷ്ണുവൊക്കെ ദേവതകളാണ്. അവരെ സുഖം നൽകാനായി പ്രാർത്ഥിക്കാം. അദ്വൈത വേദാന്തത്തിലേക്ക് പോകുന്ന ഉപനിഷത്ത് എന്തിനാണ് ഇത്രയധികം ദേവതകളെ സ്തുതിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അദ്വൈത വേദാന്തത്തിലേക്ക് പോകല്ലേ, അവിടെ എന്തില്ല
ദേവതകളോ ദേവന്മാരോ ഒന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും ദേവതകളെ സ്തുതിച്ചിട്ടാണ് ഈ ഉപനിഷത്ത് അകത്തോട്ട് കിടക്കാൻ പോകുന്നത്. അതിനെ ഭൗതിക ലോക ജീവിതത്തിൽ പല വിധത്തിലാണ് സുഖം അനുഭവിക്കേണ്ടത് നമുക്കൊക്കെ. പക്ഷെ ചേട്ടൻ ഇപ്പൊ ചൊല്ലിയപ്പോ ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ എന്ന് ചൊല്ലിയില്ലേ? അപ്പൊ ഈ വിഷ്ണു എന്ന് ചൊല്ലി അപ്പൊ അതാണോ ഇതിനകത്ത് ബ്രഹ്മ? ഇതൊരു സംശയമായല്ലോ. ഇവരൊക്കെ ഞങ്ങൾക്ക് സുഖം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അങ്ങ് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലല്ലോ വാസ്തവത്തിൽ ബ്രഹ്മം. അല്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുക. അല്ല, അപ്പൊ അവിടെ ശംനോ ഇപ്പൊ ചൊല്ലിയത് എങ്ങനെയാണ്? ശംനോ വരുണ ശംനോ ഇങ്ങനെയല്ലേ ചൊല്ലി? ഇന്ദ്ര ഭാവത്വ ഹരിമ ശംനോ ഇന്ദ്രോ ബൃഹസ്പതി ശംനോ വിഷ്ണു ഉരുക്രമ. അപ്പൊ ഈ ബ്രഹ്മം എന്ന് ഉദ്ദേശിച്ചത് വിഷ്ണുവിനെയാണോ അതോ അല്ല, ഈ ഈ സങ്കേതങ്ങളെല്ലാമാണോ? ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ സ്വരൂപങ്ങളാണ് ഇവര്. ഈ ചൊല്ലിയതെല്ലാം തന്നെ ഈ പറഞ്ഞതെല്ലാം വരുണനും എല്ലാം അതേ പറ്റും. ഇതിന്റെയൊക്കെ അപ്പുറത്താണ് ബ്രഹ്മം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രത്യക്ഷ സ്വരൂപങ്ങളായിട്ട് ഇവയെ കണ്ടുകൊണ്ട്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന പേരാണ്. അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്നാണ്. അതെ അതെ. ഓ അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഓം ശംനോ മിത്ര എന്ന് ചൊല്ലിയത് അല്ലേ എന്ന് പറയുക. അതുകൊണ്ട് ഇത്രയധികം ദേവതകളെ സ്തുതിക്കുന്നത് ഭൗതിക ലോക ജീവിതത്തിൽ പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ നമുക്ക് വേണം. അതുപോലെ പ്രാണപ്രവൃത്തി വേണം. പകലിന്റെ അഭിമാന ദേവതയാണ് മിത്രൻ അഥവാ സൂര്യൻ. മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഒരു പര്യായമാണ്. അത് പകലിന്റെ ദേവതയാണ്. പ്രശ്നപക്ഷത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപാനവൃത്തിയുടെയും രാത്രിയുടെയും അഭിമാന ദേവതയാണ് വരുണൻ. അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നുള്ള പഞ്ചപ്രാണങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അത് അജ്യമായിരുന്നതും സൂര്യന്റെ പര്യായപദമാണ്. അജ്യമാണ് ചക്ഷുസിന്റെയും ആദിത്യന്റെയും അഭിമാന ദേവതയാണ് അജ്യമാവ്. അപ്പൊ നമ്മളെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അഭിമാന ദേവതകളായി നമ്മൾ അതിൽ കൂടി അറിയപ്പെടുന്നതാണ് ബ്രഹ്മം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ ദേവതകളെ. അത് വേറെ എത്രയോ ദേവതയുണ്ട്, അതാകാമായിരുന്നല്ലോ. അപ്പൊ അത് ഒന്ന് ഇന്ദ്രിയ ശക്തികൾ, പിന്നൊന്ന് പ്രാണശക്തികൾ, പിന്നൊന്ന് രാപകലുകളുടെ ശക്തികൾ എന്നിങ്ങനെ നിത്യജീവിതത്തിൽ ആർജിക്കാൻ പറ്റുന്ന ശക്തികളെ മാത്രമാണ് ഇവിടെ സ്തുതിക്കാൻ കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം. അത് ന്യായമായിട്ടൊരു ചോദ്യം ഉണ്ടാകാം, ഇത്രേ ഉള്ളോ, വേറെ ദേവതകൾ ഇഷ്ടം പോലെ ഇല്ല, എന്താണ് ഇവിടെ കൊണ്ട് നിർത്തിയത്? അതിന്റെ മറുപടിയാണ് ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിത്യ ജീവിതത്തിന് ആവശ്യം വേണ്ടതാണ് ഇത് മൂന്നും. സൂര്യൻ വേണം, അതേപോലെ വരുണൻ വേണം, രാത്രിയും പകലും, മിത്രനും വരുണൻ. ഇവർ രണ്ടുപേരും നമുക്ക് നിത്യ ജീവിതത്തിൽ അനിവാര്യം. ഈ രണ്ട് ജീവിത വൃത്തികളെ പരിപോഷിപ്പിക്കേണ്ട ചുമതല ഇവർക്കുണ്ട്. അതുകൊണ്ട് അവരെ സ്തുതിച്ചു. പിന്നെ പ്രാണന്റെ ശക്തിയാണ് അജ്യമാവ്, അത് നമുക്ക് വേണം. അതുപോലെ ഇന്ദ്രൻ ബാഹുബലത്തിന്റെ ശക്തിയാണ്. ഇന്ദ്രൻ കൈയുടെ ശക്തിയാണ്. കർമ്മേന്ദ്രിയമാണ് കൈ. ആ കർമ്മേന്ദ്രിയത്തിന്റെ ശക്തിയാണ് ഇന്ദ്രൻ. ഇത് ബൃഹസ്പതി വാക്കിന്റെ ശക്തിയാണ്. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടതാണ്. ഇന്ദ്രിയ ശക്തി വേണം, വാക്കിന്റെ ശക്തി വേണം, കൈക്ക് ബലം ഉണ്ടാവണം, കൈ തളർന്നു പോകരുത്. ഒരു ദിവസം രാവിലെ നിൽക്കുമ്പോൾ ഈ കൈ അനക്കാൻ മേലാതെ വരരുത്. അതിനാരെ സ്തുതിക്കാണ്? ഈ കൈയുടെ ദേവതയായ ഇന്ദ്രനെ, വാക്കിന്റെ ദേവതയായ ബൃഹസ്പതി. വാക്കിന്റെ ദേവതയാണ് ബൃഹസ്പതി. അതുപോലെ ത്രിഭുവനങ്ങളിൽ വാമനാവതാര കാലത്ത് 3 ലോകത്തെയും അളർന്നവനാണ് ഉരുക്രമനായ വിഷ്ണു. 3 ലോകത്തെയും അളന്ന് തിട്ടപ്പെടുത്തി മാറ്റിയവനാണ്. ആ വിഷ്ണു പാദങ്ങളുടെ അതിദേവതയാണ്. അതുകൊണ്ട് കാലിന്റെ ദേവതയാണ് വിഷ്ണു. നമുക്ക് കാല് നിലത്തുറപ്പിച്ച് നിർത്തി വീഴാതെ നിൽക്കാൻ പറ്റണം. ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് നടന്നു പോകണം. അതിന് ഉരുക്രമനായ വിഷ്ണു വിശേഷണം കൊടുത്തുള്ള ഉരുക്രമനായ വിഷ്ണു നമ്മളെ അനുഗ്രഹിക്കട്ടെ.
അങ്ങനെ കണ്ണിന് കാഴ്ചയുണ്ടാകണം, കൈകാലുകൾക്ക് ബലമുണ്ടാക്കണം, വാക്കിനും ബുദ്ധിയും സാമർഥ്യം ഉണ്ടാകണം, പാദങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതാതിന്റെ അധിഷ്ഠാതാക്കളായ ഇത്രയും ദേവതകളെ പ്രാർത്ഥിച്ചത്. തൈത്തിരീയ ഉപനിഷത്ത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. ആദ്യമേ പറഞ്ഞു, കർമ്മവ്യാപാരമാണ് ഇതിന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർമ്മത്തിന് ഉതകുന്ന ദേവതകളെ സ്തുതിച്ചുകൊണ്ട് വേണ്ടേ തുടങ്ങാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ ആമുഖത്തോടുകൂടി ഇത് ആരംഭിക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണഭൂതങ്ങളായിരിക്കുന്ന ദൈവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട്. അവരെ മറ്റത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് അല്ലെ. അപ്പൊ ഇന്ദ്രിയങ്ങളെ കണ്ടുകൊണ്ട് ഇവ തന്നെ ബ്രഹ്മം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് നിത്യജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾ ബലവത്താവണ്ടേ, വേണം. അത് നശിക്കാതിരിക്കണം അന്തിമം വരെ. അതിന് അതാത് ദേവതകളെ മാത്രം പ്രാർത്ഥിച്ചു ഇത് കൊണ്ടാണ്. ഉപനിഷത്തുകൾ പറയുന്ന ആത്മാവിനെ മാത്രം നോക്കുകയല്ല, ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് ഇതിനകത്ത്. കാരണം അത് കാരണം ആദ്യം പറഞ്ഞത് തൈത്തിരീയം കർമ്മപ്രധാനമാണ്, ജ്ഞാനം മാത്രമല്ല കർമ്മം നമുക്ക് അനിവാര്യമാണ് എന്നൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്തുതിക്കാൻ കാരണമായത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥതലത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടില്ല. ഓരോ മന്ത്രവും ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ച് ശാന്തി പാഠത്തെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ച് പഠിച്ചാണ് പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വിഷയം മാത്രമേ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് വിദ്യാഗ്രഹണത്തിന് ആചാര്യനെയും ശിഷ്യനെയും സുശക്തമാക്കണം. ആചാര്യനും ശക്തി വേണം, ശിഷ്യനും ശക്തി വേണം. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി ആചാര്യന് വേണം, കേൾക്കാനുള്ള ശേഷി അവിടെ ആർക്ക് വേണം. അതുകൊണ്ടാണ് തത് മാമവതു തദ് വക്താരമവതു, എന്നെയും ഇത് പറയുന്ന ആളിനും രക്ഷിക്കണം. പറയുന്ന ആളാരാണ്? ഗുരു. രണ്ടുപേരെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. കാരണം വക്താവിന് ഇതിനുള്ള ആയുഫ് കിട്ടുമെങ്കിലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വക്താവിന് ആയുഫ് നിലനിൽക്കുക തന്നെ ചെയ്യണം, എങ്കിലേ ഞങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് തന്മാം അവതു തദ് വക്താരം അവതു അവതുമാം അവതു വക്താരം. നോക്കൂ, വ്യക്തമായിട്ടോ, എന്നെയും വക്താവിനെയും രക്ഷിക്കണം. അപ്പം വിദ്യാഗ്രഹണത്തിന് ആചാര്യനെയും ശിഷ്യനെയും സുശക്തമാക്കണമേ എന്ന് ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കാം. സമർത്ഥനായ ശിഷ്യനോ സമർത്ഥനായ ആചാര്യനോ പോരാ. പിന്നെന്താണ്? വിദ്യയും സമർത്ഥമായാലും മതിയാകില്ല, ഇവ സമഞ്ജസമായി സംയോജിക്കണം. ആചാര്യൻ സമർത്ഥനാണ്, ശിഷ്യനും സമർത്ഥനാണ്, വിദ്യയും സമർത്ഥമാണ്. ഇത് മൂന്നും എന്ത് ചെയ്യണം? സംയോജിക്കണ്ടേ. ആ സംയോജനമാണ് ഇവിടുത്തെ വിഷയം. ഇതിങ്ങനെ യോജിപ്പിച്ചെടുത്താലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത്ര ബുദ്ധിപൂർവമാണ് ഒരു ശാന്തി പാഠത്തെ തയ്യാറാക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. പക്ഷെ നമ്മൾ ഇത്രയും അറിയാറില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉണ്ട്, ഇത് മൂന്നും സമഞ്ജസമായി സംയോജിക്കണമെങ്കിൽ ഈശ്വര ശക്തിയുടെ പ്രചോദനം അത്യന്താപേക്ഷിതം. അതുകൊണ്ട് ഗുരു, ശിഷ്യൻ, വിദ്യ, ഇത് മൂന്നും ഒന്നിപ്പിക്കാൻ ബ്രഹ്മസ്വരൂപിയായ ഈശ്വര കടാക്ഷം അനിവാര്യം. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന. ആചാര്യന് താൻ ആർജിച്ച ജ്ഞാനം ശിഷ്യന് പകർന്നു കൊടുക്കാൻ പറ്റണം. ശിഷ്യനിലേക്ക് അത് ശരിയായി സംക്രമിപ്പിക്കാൻ പറ്റണം. അങ്ങനെ പകർന്നു കിട്ടിയ വിദ്യ ഉപകാരപ്രദമായി മാറാൻ ശിഷ്യനും സാധിക്കും. ഇതിന് ഈശ്വരാനുഗ്രഹം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനും ഗുരുവിന് പറ്റാറില്ല, പറഞ്ഞു കൊടുത്ത ശിഷ്യന് ഉപകാരപ്രദമാകാനും പറ്റില്ല. ഇത് രണ്ടും പൂർണ്ണമാകും. അതുകൊണ്ട് ഈ ഈശ്വര മാത്രം. അതെ അതുമായിട്ട് ചേർക്കാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാ ദിവസവും ഗുരുശിഷ്യന്മാർ ഒന്നിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇതാണ് ശാന്തി പാഠത്തിന് താല്പര്യം. ഇനിയിപ്പോ മന്ത്രം നോക്കുമ്പോൾ കുറച്ചുകൂടി അറിയാം. ഷം നോ മിത്രഃ, ഷം വരുണഃ, ഷം നോ ഭവതു ഐര്യമ, ഷം നോ ഇന്ദ്ര ബൃഹസ്പതിഃ, ഷം നോ വിഷ്ണു രുക്രമ, നമോ ബ്രഹ്മണി, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി, വ്രതം വദിഷ്യാമി, സത്യം വദിഷ്യാമി. ആത്മാം അവതു അവതു വക്താരം അവതു മാം അവതു വക്താരം. ശാന്തി ശാന്തി ശാന്തി. നല്ല സുന്ദരമായ ഒരു ശാന്തി പാഠം. ഉപനിഷത്ത് ആരംഭിക്കുമ്പോൾ ഗുരുശിഷ്യന്മാർ ഒന്ന് ചിന്തിച്ചറിയേണ്ട സുന്ദരമായ ശാന്തി പാഠം.
ഇനിയും ഇതുവരെ കണ്ട പോലെ അല്ല തൈത്തിരീയം തുടങ്ങുന്നത്. ശിക്ഷാവല്ലിയിലാണ് ആരംഭിക്കുന്നത്. ശിക്ഷാവല്ലി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേദാംഗങ്ങളിലൊന്നായി ശിക്ഷാശാസ്ത്രത്തെക്കുറിച്ചാണ്. വേദാംഗങ്ങളിലൊന്നാണ് വ്യാകരണം, ശിക്ഷ, നിരുക്തം, ഛന്ദസ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. അതിലെ ശിക്ഷാശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ പോവാൻ അഥ ശിക്ഷാം വ്യാഖ്യാസ്യാമ. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശിക്ഷയെക്കുറിച്ച് വ്യാഖ്യാനിച്ചു തരാം എന്ന് ഗുരു പറയുകയാണ്. എന്താണ് ശിക്ഷ എന്ന് വെച്ചാൽ വർണ്ണം, സ്വരം, മാത്ര, ബലം, സാമം, സന്താനം, ഈ 6 വിഷയം. വർണ്ണം, സ്വരം, മാത്ര, ബലം, സാമം, സന്താനം. ഇത് എന്തിനാണ് പഠിക്കുന്നത്, ഇതിന് ലക്ഷ്യം എന്താണ് എന്ന് ഈ അധ്യായം, ശിക്ഷാധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഈ സംഹിതയുടെ സ്വരൂപത്തിലേക്ക് കടക്കുകയാണ്. സംഹിത എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. സംഹിത എന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളാണ്. വേദമന്ത്രങ്ങൾ എങ്ങനെ അടുക്കി പാകപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നു, ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഏത് പ്രകാരത്തിൽ സംഹിത ഉപയോഗിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യമായിട്ടും അവയുടെ ഉച്ചാരണ രീതികളെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ ഉച്ചാരണ ശാസ്ത്രം എന്ന് ഇങ്ങനെ പറയാം, ശിക്ഷാശാസ്ത്രത്തെ. അപ്പൊ ഉച്ചാരണം ശരിയായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അർത്ഥം മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഉച്ചാരണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കണമെന്ന് നമ്മെ ആകെ ബോധ്യപ്പെടുന്ന ഒറ്റ ഉപനിഷത്തിൽ 10 ഉപനിഷത്തിൽ ഒന്നും ഇതിനെക്കുറിച്ച് പറയത്തില്ല. തൈത്തിരീയം ഒരു അധ്യായം മുഴുവൻ അതിന് വേണ്ടി വെച്ചിരിക്കുക. നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ പാഠം നന്നായി തന്നെ ഉച്ചരിക്കണം, അല്ലെങ്കിൽ അർത്ഥഭേദം. അത് വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടേ മന്ത്രങ്ങളിലേക്ക് കടക്കാവൂ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ പദങ്ങളിൽ ഈ വ്യത്യാസം വരും. കുന്തം എന്നുള്ള വാക്ക് കുന്തം എന്ന് ഉപയോഗിച്ചാൽ കുന്തം, കുന്തം. ഒന്ന് ചന്തയുടെ ഇന്ത, മറ്റേ ചന്ദനത്തിന്റെ ഇന്ത. രണ്ടും ചൊല്ലുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ അർത്ഥം ഭേദമാണ്. കുന്തം എന്നുള്ള കുത്താനുള്ള ഉപകരണം, കുന്തം എന്നുള്ളത് മുല്ലപ്പൂവ്. കുന്ത കുസുമം എന്ന് വെച്ചാൽ മുല്ലപ്പൂവാണ്. അപ്പൊ അവിടെ കുന്ത കുസുമം എന്ന് പറഞ്ഞാലോ അർത്ഥം ഒട്ട് മാറിപ്പോകില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ ശ്രദ്ധിച്ച്. ഏറ്റവും കൂടുതൽ ഉച്ചാരണം കൊണ്ട് അർത്ഥഭേദം വരുന്ന ഭാഷയാണ് ഇംഗ്ലീഷും സംസ്കൃതവും. ഇംഗ്ലീഷിലും അങ്ങനെയാണ്. ഇപ്പം CONDUCT കോണ്ടക്ട് എന്നും കണ്ടക്ട് എന്നും പറയാം. സ്പെല്ലിംഗ് ഒന്നും, ഉച്ചാരണം കൊണ്ട് അർത്ഥം മാറുന്നു. ഈ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണോ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണോ? കോണ്ടക്ട് എന്നല്ലേ പറയുള്ളൂ. ഐ ഹാവ് കണ്ടക്റ്റഡ് എ മീറ്റിംഗ് എന്നുള്ളത് കണ്ടക്ട് എന്നേ പറയുള്ളൂ. കോണ്ടക്ട് എ മീറ്റിംഗ് എന്ന് പറയത്തില്ല. അർത്ഥം രണ്ടാണ്. ഒന്ന് സംഘടിപ്പിക്കൽ, ഒന്ന് സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് ആയി, അല്ലേ? കോണ്ടക്ട്, കണ്ടക്ട് സ്പെല്ലിംഗ് ഒന്നാണ്. പക്ഷെ എന്ത് ചെയ്യും, ആ സ്പെല്ലിങ്ങിനൊക്കെയുള്ള ഉച്ചാരണമാണ് അർത്ഥത്തെ ഭേദമാക്കി മാറ്റുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് വാക്ക് ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നവർക്ക് അറിയാതെ അർത്ഥഭേദം ഉണ്ടാക്കുന്നത് ഉച്ചാരണമാണ്. സംസ്കൃത ഭാഷയിൽ നിന്നുമാണ് ഇംഗ്ലീഷ് അങ്ങനെ കണ്ടുപിടിച്ചത്. ആദ്യം ഇത് ആരംഭിച്ചത് ഈ വേദങ്ങളിലാണ്, ഉപനിഷത്തിൽ. അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഉച്ചാരണത്തിന് നല്ല സ്ഥാനം കൊടുക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് ശിക്ഷ എന്നൊരു അധ്യായം മുഴുവൻ പഠിക്കാൻ പോകും. ഈ അധ്യായത്തിൽ മുഴുവൻ അത് നമ്മുടെ സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു, അല്ലേ? 4 കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് മാറ്റാം. ഇനി അങ്ങോട്ട് പഠിക്കേണ്ട ഇതാണ്. ഓരോന്നും പറയാം. എന്താ വർണ്ണം എന്താണ്, പരം എന്താണ്, മാത്ര എന്താണ്, ബലം എന്താണ്, സാമം എന്താണ്, സന്താനം എന്താണ്. ഇത്രയും പറഞ്ഞാൽ ഉച്ചാരണ കാര്യത്തെ കുറിച്ച് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും പറയാൻ വേണ്ടി. ഇപ്പം
അവിടെ പരിഭ്രമം എന്നേ പറയൂ, പരിഭ്രമമല്ല. പരിഭ്രമം എന്നല്ല, പരിഭ്രമം എന്നാണ് പറയേണ്ടത്. ഇവിടെയൊക്കെ അർത്ഥഭേദങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒത്തിരി വാക്കുകൾ. ഈ പക്ഷെ കാലമല്ല, ഈ സ്ഥലങ്ങളുടെ ഭേദങ്ങൾക്കനുസരിച്ച് കുറേശ്ശെ ഉച്ചാരണത്തിന് പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ വേദം ചൊല്ലുന്നതിൽ തന്നെ ഉച്ചാരണത്തിനും ആ സ്വരിക്കുന്നതിനും വ്യത്യാസം വന്നിരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ കേരളീയർ നമ്മൾ സ്വരിക്കുന്നത് പോലെ അല്ല പലപ്പോഴും മറ്റ് കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം എപ്പോഴും. അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നാറുണ്ട്, അപ്പം ഈ നമ്മളുടെ സ്വരങ്ങൾ ഇങ്ങനെ ശരിയാണോ? ആരോട് ചോദിക്കൂ ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഇനി അടുത്ത ക്ലാസ് ചോദിക്കാം, അടുത്ത ക്ലാസ് സംസാരിക്കാം. നമ്മൾ സ്വരത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. വർണ്ണം, സ്വരം, മാത്ര, ബലം, ഭാമം, സന്ധാനം. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വിഷയം നന്നായിട്ട് പറയും. ആയിക്കോട്ടെ. സ്വരത്തെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. അപ്പോഴാണ് ഉച്ചാരണ ഭേദങ്ങൾ സ്വരത്തെ കുറിച്ച് ശരിക്കും. ആദ്യം വർണ്ണമാണ്, പിന്നെയാണ് സ്വരം. വർണ്ണം കഴിഞ്ഞിട്ട് സ്വരം, പിന്നെ മാത്ര. ഇത് മൂന്നുമാണ് വേദത്തിലെ ഉച്ചാരണത്തിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ. അത് എന്തുകൊണ്ടാണെന്ന് ഓരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ പറയാനേ. ആയിക്കോട്ടെ ജയശങ്കര. അപ്പൊ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാൻ, സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്നിപ്പോ. ജ്യോതിഷേ, ജയശങ്കര. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉടനെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അവിടെയൊക്കെ തണുപ്പായോ നിങ്ങളുടെ രാജ്യത്തൊക്കെ? നല്ല തണുപ്പ്. അതാണ് കോട്ടക്കെട്ടിട്ട് ഇവിടെ പകൽ സമയത്ത് നല്ല തണുപ്പാണ്. ഒരു ഉടുപ്പ് പോലും ഇടാൻ പറ്റില്ല, അതുപോലെ ഉഷ്ണ. അതെ, ഇവിടെ ഭയങ്കര ഉഷ്ണമാണ്. ഇവിടെ അകത്ത് തന്നെ ഇരുന്നിട്ട് തന്നെ നല്ല തണുപ്പ്. നല്ല തണുപ്പാ. നല്ല തണുപ്പാണ്. നമുക്ക് ഇന്നത്തെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ജ്യോതിഷ. എന്നാ ആർക്കും ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോക സമസ്ത സുഖനോക്കും എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ജയശങ്കര, 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 ജയശങ്കര.